ഹായ് ഓൾ, വെൽക്കം ടു മാസ്റ്റർ കെ അക്കാഡമി. നമ്മൾ ഓഗസ്റ്റ് മാസത്തിലെ ഫസ്റ്റ് വീക്കിലെ കറണ്ട് അഫയേഴ്സ് ഓൾറെഡി പഠിച്ചതാണ്. അതിൻ്റെ ബാക്കിയായിട്ട് അടുത്ത കുറച്ച് കറണ്ട് അഫയേഴ്സ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, 18ാമത് മലയാറ്റൂർ അവാർഡിന് അർഹനായത്. 18ാമത് മലയാറ്റൂർ അവാർഡിന് അർഹനായത് ഇ സന്തോഷ് കുമാർ. ഇദ്ദേഹത്തിൻ്റെ തപോമയിയുടെ അച്ഛൻ എന്ന് പറയുന്ന നോവലിനാണ് പുരസ്കാരം കിട്ടിയത്. തപോമയിയുടെ അച്ഛൻ എന്ന കൃതിക്കാണ് പുരസ്കാരം കിട്ടിയത്. 25,000 രൂപയാണ് സമ്മാനത്തുക. അടുത്ത ക്വസ്റ്റ്യൻ, ഏറ്റവും ദൈർഘ്യമേറിയ സ്വാതന്ത്ര്യദിന പ്രസംഗം നടത്തിയത്. ചരിത്രത്തിൽ ഏറ്റവും ദൈർഘ്യമേറിയ സ്വാതന്ത്ര്യദിന പ്രസംഗം നടത്തിയത് നരേന്ദ്രമോദിയാണ്. അദ്ദേഹം ഇന്ദിരാഗാന്ധിയുടെ റെക്കോർഡാണ് മറികടന്നത്. 103 മിനിറ്റ് ആയിരുന്നു ദൈർഘ്യം. 103 മിനിറ്റ് ആയിരുന്നു ദൈർഘ്യം. കൂടാതെ ചെങ്കോട്ടയിൽ തുടർച്ചയായി 12ാം തവണ സ്വാതന്ത്ര്യദിന പ്രസംഗം നടത്തുന്ന വ്യക്തിയും മോദി തന്നെയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, 79ാമത് സ്വാതന്ത്ര്യദിനത്തിൻ്റെ പ്രമേയം. 79ാമത് സ്വാതന്ത്ര്യദിനമാണ് നമ്മൾ ആഘോഷിച്ചത്. അതിൻ്റെ പ്രമേയം നയാ ഭാരതം അല്ലെങ്കിൽ നവഭാരത്. അടുത്ത ക്വസ്റ്റ്യൻ, കെ ഫോണിൻ്റെ ഭാഗ്യചിഹ്നം. കെ ഫോണിൻ്റെ ഭാഗ്യചിഹ്നം ഫിബോ എന്ന കടുവയാണ്. കെ ഫോൺ കേരള ഫൈബർ ഒപ്റ്റിക് നെറ്റ്വർക്ക്. ഇത് ഉദ്ഘാടനം ചെയ്തത് 2023 ജൂൺ 5-നാണ്. അതുകൂടെ ഒന്ന് ഓർത്തിരിക്കുക. 2023 ജൂൺ 5-നാണ് കെ ഫോൺ ഉദ്ഘാടനം ചെയ്തത്. കെ ഫോണിൻ്റെ പൂർണ്ണരൂപം കേരള ഫൈബർ ഒപ്റ്റിക് നെറ്റ്വർക്ക്. കേരള സ്റ്റേറ്റ് IT ഇൻഫ്രാസ്ട്രക്ചറും KSEBയും കൂടെ ചേർന്ന് ഉള്ള ഒരു സംയുക്ത സംരംഭമായിരുന്നു ഇത്. അതിവേഗ ഇൻ്റർനെറ്റ് സൗകര്യം പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിയായിരുന്നു കെ ഫോൺ. അതിൻ്റെ ഭാഗ്യചിഹ്നം ഫിബോ എന്ന ടൈഗർ ആണ്. അപ്പം ഇനാഗുറേറ്റ് ചെയ്ത തീയതി ഓർത്തു വയ്ക്കുക, 2023 ജൂൺ 5. അടുത്ത ക്വസ്റ്റ്യൻ, 2025 ഓഗസ്റ്റിൽ IOCയുടെ ഇന്ത്യൻ ഒളിമ്പിക് കമ്മിറ്റിയുടെ മാനസികാരോഗ്യ അംബാസിഡറായി നിയമിതനായ ഇന്ത്യൻ അഭിനവ് ബിന്ദ്ര നമുക്കറിയാം, ഷൂട്ടറാണ്. ഇദ്ദേഹം ഇന്ത്യക്ക് വേണ്ടിയിട്ട് ഒളിമ്പിക്സിൽ ആദ്യമായിട്ട് വ്യക്തിഗത സ്വർണ്ണ മെഡൽ നേടിയ താരവും അഭിനവ് ബിന്ദ്രയാണ്. അദ്ദേഹമാണ് IOCയുടെ മാനസികാരോഗ്യ അംബാസിഡറായി നിയമിതനായത്. അടുത്ത ക്വസ്റ്റ്യൻ, 2025 ഷാങ്ഹായ് കോർപ്പറേഷൻ ഉച്ചകോടിയുടെ വേദി. 2025 ഷാങ്ഹായ് കോർപ്പറേഷൻ ഉച്ചകോടിയുടെ വേദി എവിടെയാ? ടിയാൻജൻ, ചൈനയിലെ ടിയാൻജനിലായിരുന്നു വേദി. ഷാങ്ഹായ് കോർപ്പറേഷൻ്റെ ആസ്ഥാനവും ചൈനയിലെ ബെയ്ജിംഗ് ആണ്. 2024 വേദി കൂടെ ഓർത്തു വയ്ക്കുക, അസ്താനയിലായിരുന്നു. ഇത് കസാക്കിസ്ഥാനിലാണ്. 2025 ഷാങ്ഹായ് കോർപ്പറേഷൻ ഉച്ചകോടിയുടെ വേദി എവിടെയാ? ടിയാൻജൻ, ചൈന. അടുത്ത ക്വസ്റ്റ്യൻ, ഈയിടെ അന്തരിച്ച ഒളിമ്പിക്സ് മെഡൽ നേടിയ ഇന്ത്യൻ ഹോക്കി താരം. ഈയിടെ അന്തരിച്ച ഒളിമ്പിക്സ് മെഡൽ നേടിയ ഇന്ത്യൻ ഹോക്കി താരം വെയ്സ് പീസ്. ഇദ്ദേഹം 1972 മ്യൂണിക് ഒളിമ്പിക്സിൽ വെങ്കലം നേടിയ മ്യൂണിക് ഒളിമ്പിക്സിൽ ഇന്ത്യൻ ടീം അംഗമായിരുന്നു. കൂടാതെ ലിയാണ്ടർ പേസ്, ടെന്നീസ് താരം ലിയാണ്ടർ പേസിൻ്റെ പിതാവും കൂടിയാണ്. ലിയാണ്ടർ പേസിൻ്റെ പിതാവാണ് ഇദ്ദേഹം. അപ്പം ഈയിടെ അന്തരിച്ച ഒളിമ്പിക്സ് മെഡൽ നേടിയ ഇന്ത്യൻ ഹോക്കി താരമാരാണ്? വെയ്സ് പീസ്. അടുത്ത ക്വസ്റ്റ്യൻ, 3 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ദിനങ്ങളാണ്. ഓഗസ്റ്റ് 9 നാഗസാക്കി ദിനം, നമ്മൾ കഴിഞ്ഞ സ്ലൈഡിൽ ഡിസ്കസ് ചെയ്തതാണ്. ഓഗസ്റ്റ് 6 ഹിരോഷിമ ദിനം, 1945 ഓഗസ്റ്റ് 6-നും 9-നും ജപ്പാനിലെ ഹിരോഷിമയിലും നാഗസാക്കിയിലും അമേരിക്ക അണുബോംബ് വർഷിച്ചു. അതിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് ഓഗസ്റ്റ് 9 നാഗസാക്കി ദിനമായിട്ട് ആചരിക്കുന്നത്. ഇനി ഓഗസ്റ്റ് 12 അന്താരാഷ്ട്ര യുവജന ദിനം. ഓഗസ്റ്റ് 12 അന്താരാഷ്ട്ര യുവജന ദിനമാണ്. ഓഗസ്റ്റ് 13 ലോക അവയവദാന ദിനം. ലോക അവയവദാന ദിനമാണ് ഓഗസ്റ്റ് 13. ഈ വർഷത്തെ പ്രമേയം ആൻസറിങ് ദി കോൾ. അടുത്തത് ഓഗസ്റ്റ് 20 രാജീവ് ഗാന്ധിയുടെ ജന്മദിനമാണ്. 1944 ഓഗസ്റ്റ് 20-നാണ് രാജീവ് ഗാന്ധി ജനിക്കുന്നത്. ഈ വർഷം 81ാമത് ജന്മദിനമായിരുന്നു.
ഓഗസ്റ്റ് 20. അദ്ദേഹം അന്തരിച്ച ഡേറ്റും കൂടെ ഓർത്ത് വയ്ക്കുക. 1991 മെയ് 21. ഈ മെയ് 21 നമ്മൾ ഭീകരവാദ വിരുദ്ധ ദിനമായിട്ട് ആചരിക്കുന്നു. അപ്പം ഓഗസ്റ്റ് 20 രാജീവ് ഗാന്ധി ജന്മദിനം, മെയ് 21 അദ്ദേഹം അന്തരിച്ച ദിവസം നമ്മൾ ഭീകരവാദ വിരുദ്ധ ദിനമായിട്ട് ആചരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, പൂർണ്ണമായും സൗരോർജത്തിൽ പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ ആദ്യ നിയമസഭാ മന്ദിരം. പൂർണ്ണമായും സൗരോർജത്തിൽ പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ ആദ്യ നിയമസഭാ മന്ദിരം എവിടെയാണ്? ഡൽഹി നിയമസഭ. പൂർണ്ണമായിട്ടും സൗരോർജത്തിൽ പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ ആദ്യ നിയമസഭാ മന്ദിരമാണ് ഡൽഹി നിയമസഭ. അടുത്ത ക്വസ്റ്റ്യൻ, ഈയിടെ അന്തരിച്ച അപ്പോളോ 8 ദൗത്യത്തിന്റെ കമാൻഡർ. ഈയിടെ അന്തരിച്ച അപ്പോളോ 8 ദൗത്യത്തിന്റെ കമാൻഡർ ജെയിംസ് ലെവൽ. ഇദ്ദേഹം ചന്ദ്രനിൽ പോയ ആദ്യ ബഹിരാകാശ യാത്രികരിൽ ഒരാളായിരുന്നു ജെയിംസ് ലെവൽ. അടുത്തത്, പ്രഥമ കേരള ഏവിയേഷൻ ഉച്ചകോടിക്ക് വേദിയാകുന്നത്. പ്രഥമ കേരള ഏവിയേഷൻ ഉച്ചകോടിക്ക് വേദിയാകുന്നത് കൊച്ചിയിലാണ്. വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച 6-നും 18-നും ഇടയിൽ പ്രായമുള്ള കുട്ടികളെ പ്രോത്സാഹിപ്പിക്കാൻ സംസ്ഥാന സർക്കാർ നൽകുന്ന പുരസ്കാരമാണ് ഉജ്ജ്വല ബാല്യം. ഇപ്പം വിവിധ മേഖലകളിലൊക്കെ കഴിവ് തെളിയിച്ച 6 വയസ്സിനും 18 വയസ്സിനും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് അവരുടെ കഴിവുകളെയൊക്കെ പ്രോത്സാഹിപ്പിക്കാൻ സംസ്ഥാന സർക്കാർ നൽകുന്ന പുരസ്കാരമാണ് ഉജ്ജ്വല ബാല്യം. അടുത്ത ക്വസ്റ്റ്യൻ, പ്രൊമോഷൻ ആൻഡ് റെഗുലേഷൻ ഓഫ് ഓൺലൈൻ ഗെയിമിംഗ് ബിൽ 2025 ലോക്സഭയിൽ അവതരിപ്പിച്ചത്. പ്രൊമോഷൻ ആൻഡ് റെഗുലേഷൻ ഓഫ് ഓൺലൈൻ ഗെയിമിംഗ് ബില്ല് 2025 ലോക്സഭയിൽ അവതരിപ്പിച്ചത് എന്നാ? 2025 ഓഗസ്റ്റ് 20. 2025 ഓഗസ്റ്റ് 20. അടുത്തത്, ഗൂഗിളിന് 312.18 കോടി രൂപ പിഴ ചുമത്തിയ രാജ്യം ഓസ്ട്രേലിയ. ഗൂഗിളിന് 312.18 കോടി രൂപ പിഴ ചുമത്തിയ രാജ്യമാണ് ഓസ്ട്രേലിയ. അടുത്ത ക്വസ്റ്റ്യൻ, 2 പുസ്തകങ്ങളാണ്. ബഷീർ മുതൽ MD വരെ എന്ന പുസ്തകത്തിന്റെ രചയിതാവ്. ബഷീർ മുതൽ MD വരെ എന്ന പുസ്തകത്തിന്റെ രചയിതാവ് S. ബാസുര ചന്ദ്രൻ. അടുത്ത പുസ്തകം മദർ മേരി കംസ് ടു മീ. മദർ മേരി കംസ് ടു മീ എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ആരാണ്? അരുന്ധതി റോയ്. ഇമ്പോർട്ടന്റ് ആണ്. ബഷീർ മുതൽ MD വരെ എന്ന പുസ്തകത്തിന്റെ രചയിതാവ് S. ബാസുരചന്ദ്രൻ. മദർ മേരി കംസ് ടു മീ എന്ന പുസ്തകം രചിച്ചത് അരുന്ധതി റോയ്. അടുത്ത ക്വസ്റ്റ്യൻ, യുവാക്കൾക്ക് പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ആരംഭിച്ച പദ്ധതി. നമ്മുടെ 79ാമത് സ്വാതന്ത്ര്യ ദിനത്തോടനുബന്ധിച്ച് മോദി പ്രഖ്യാപിച്ച ഒരു പദ്ധതിയായിരുന്നു പ്രധാനമന്ത്രി വികസിത് ഭാരത് റോസ്ഗാർ യോജന. 1 ലക്ഷം കോടി രൂപയുടെ പദ്ധതിയാണ്. പദ്ധതികളൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്തു വയ്ക്കുക. യുവാക്കൾക്ക് പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക. ആർക്ക് വേണ്ടിയിട്ടാ? യുവാക്കൾക്ക് വേണ്ടിയിട്ട്. അവർക്ക് പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് ഒരു ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതിയാണ് പ്രധാനമന്ത്രി വികസിത് ഭാരത് റോസ്ഗാർ യോജന. അടുത്ത ക്വസ്റ്റ്യൻ, മിസ് യൂണിവേഴ്സ് ഇന്ത്യ കിരീടം നേടിയത്. മിസ് യൂണിവേഴ്സ് ഇന്ത്യ കിരീടം നേടിയത് ആരാ? മണിക വിശ്വകർമ്മ. മണിക വിശ്വകർമ്മയാണ് മിസ് യൂണിവേഴ്സ് ഇന്ത്യ കിരീടം നേടിയത്. ഇവര് രാജസ്ഥാൻ സ്വദേശിനിയാണ്. ജയ്പൂരായിരുന്നു വേദി. മത്സരം നടന്നത് ജയ്പൂർ വച്ചിട്ടായിരുന്നു. ഇനി 74ാമത് മിസ് യൂണിവേഴ്സ് മത്സരം തായ്ലൻഡിൽ വെച്ച് നടക്കും. അവിടെ ഇന്ത്യയെ പ്രതിനിധാനം ചെയ്യുന്നത് മണിക വിശ്വകർമ്മയായിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ, രാജ്യത്തെ ആദ്യത്തെ സമ്പൂർണ്ണ IoT അധിഷ്ഠിത പഞ്ചായത്ത്. IoT ഇന്റർനെറ്റ് ഓഫ് തിങ്സ് അധിഷ്ഠിത സമ്പൂർണ്ണ IoT ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ ആണ്. രാജ്യത്തെ തന്നെ ആദ്യത്തെ സമ്പൂർണ്ണ ഇന്റർനെറ്റ് ഓഫ് തിങ്സ് അധിഷ്ഠിത പഞ്ചായത്താണ് കാട്ടാക്കട. തിരുവനന്തപുരം ജില്ലയിലെ കാട്ടാക്കട പഞ്ചായത്ത്. ഇമ്പോർട്ടൻ്റ് ആണ്, നോട്ട് ചെയ്ത് വയ്ക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, KCL ക്രിക്കറ്റ് 2025 ബ്രാൻഡ് അംബാസിഡർ ആരാ? മോഹൻലാൽ. അടുത്ത ക്വസ്റ്റ്യൻ, സംസ്ഥാനത്തെ ആദ്യ ജില്ലാ ജല ബജറ്റ് തയ്യാറാക്കുന്ന ജില്ല. സംസ്ഥാനത്തെ തന്നെ ആദ്യ ജില്ലാ ബജറ്റ് തയ്യാറാക്കുന്ന ജില്ലയാണ് കണ്ണൂർ. അടുത്തത്, 79ാം സ്വാതന്ത്ര്യദിന പ്രസംഗത്തിൽ പ്രധാനമന്ത്രി പരാമർശിച്ച ഭരണഘടനാ നിർമ്മാണ സഭയിൽ അംഗമായിരുന്ന കേരളത്തിൽ നിന്നുള്ള വ്യക്തി. 79ാം
സ്വാതന്ത്ര്യദിന പ്രസംഗത്തിൽ പ്രധാനമന്ത്രി പരാമർശിച്ച ഭരണഘടനാ നിർമ്മാണ സഭയിൽ അംഗമായിരുന്ന കേരളത്തിൽ നിന്നുള്ള വ്യക്തിയാണ് ദാക്ഷായണി വേലായുധൻ. അടുത്ത ക്വസ്റ്റ്യൻ, ഹരിതമിത്രം ആപ്ലിക്കേഷന്റെ പരിഷ്കരിച്ച പതിപ്പ്. ഹരിതമിത്രം ആപ്ലിക്കേഷന്റെ പരിഷ്കരിച്ച പതിപ്പാണ് ഹരിതമിത്രം 2.0. നമുക്കറിയാം ഹരിതകർമ്മ സേന അംഗങ്ങൾ വരുമ്പോഴത്തേക്കും നമ്മൾ നേരിട്ടാണ് സേവന നിരക്ക് കൈമാറുന്നത്. ഇനി തൊട്ട് UPI വഴി നമുക്ക് പണമിടപാട് നടത്താം. അതിനു വേണ്ടിയിട്ടുള്ള ഹരിതമിത്രം ആപ്ലിക്കേഷന്റെ പരിഷ്കരിച്ച പതിപ്പാണ് ഹരിതമിത്രം 2.0. അടുത്ത ക്വസ്റ്റ്യൻ, 2025 ഏഷ്യ കപ്പ് പുരുഷ ഹോക്കി മത്സരത്തിന്റെ വേദി. 2025 ഏഷ്യ കപ്പ് പുരുഷ ഹോക്കി മത്സരത്തിന്റെ വേദി എവിടെയാണ്? ബീഹാർ. അടുത്തത് ലോക ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിന്റെ വേദി. ജമ്മു കാശ്മീർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സാനിറ്ററി നാപ്കിനിൽ നിന്ന് വൈദ്യുതി ഉണ്ടാക്കുന്ന കേരളത്തിലെ ആദ്യ പ്ലാന്റ് എവിടെയാണ് നിലവിൽ വരുന്നതെന്ന്. സാനിറ്ററി നാപ്കിനിൽ നിന്നും വൈദ്യുതി ഉണ്ടാക്കുന്ന കേരളത്തിലെ ആദ്യ പ്ലാന്റ് നിലവിൽ വരുന്നത് വർക്കലയിലാണ്. വർക്കല. അടുത്ത ക്വസ്റ്റ്യൻ, 2025 നാഗാലാൻഡ് ഗവർണറുടെ അധിക ചുമതലയ്ക്കായി നിയമിക്കപ്പെട്ട. നമുക്കറിയാം ലാ ഗണേശൻ നാഗാലാൻഡ് ഗവർണർ ആയിരുന്നു. അദ്ദേഹം അന്തരിച്ചു. അതിനെ തുടർന്ന് നാഗാലാൻഡ് ഗവർണറുടെ അധിക ചുമതലയ്ക്കായിട്ട് നിയമിക്കപ്പെട്ടത് അജയ് കുമാർ ഭല്ല. ഓൾറെഡി മണിപ്പൂരിന്റെ ഗവർണറാണ്. അജയ് കുമാർ ഭല്ല. അടുത്ത ക്വസ്റ്റ്യൻ, അടിയന്തര സേവനങ്ങൾക്കുള്ള കേരള സർക്കാരിന്റെ ഹെൽപ്പ് ലൈൻ നമ്പർ. അടിയന്തര സേവനങ്ങളായ പോലീസ്, അതുപോലെ ആംബുലൻസ്, ഫയർഫോഴ്സ്, ഇതിനൊക്കെ വേണ്ടിയിട്ട് ഇതിൻ്റെയൊക്കെ അടിയന്തര സേവനങ്ങൾക്ക് വേണ്ടിയിട്ട് നമുക്ക് വന്നിട്ടുള്ള കേരള സർക്കാരിന്റെ ഹെൽപ്പ് ലൈൻ നമ്പറാണ് 112. ഇതിന്റെ പരിഷ്കരിച്ച പതിപ്പ് പിണറായി വിജയൻ പോലീസ് ആസ്ഥാനത്ത് ഉദ്ഘാടനം ചെയ്തു. അടുത്ത ക്വസ്റ്റ്യൻ, 2025 ഓഗസ്റ്റിൽ സ്ത്രീകൾക്കായി സൗജന്യ ബസ് സർവീസ് പദ്ധതി ഏർപ്പെടുത്തിയ സംസ്ഥാനം. വളരെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. 2025 ഓഗസ്റ്റിൽ സ്ത്രീകൾക്കായിട്ട് സൗജന്യ ബസ് സർവീസ്, സ്ത്രീശക്തി എന്നാണ് പദ്ധതിയുടെ പേര്. സ്ത്രീശക്തി. ഈ പദ്ധതി നടപ്പിലാക്കിയ സ്റ്റേറ്റ് ആന്ധ്രാപ്രദേശ് ആണ്. ആന്ധ്രാപ്രദേശിലെ മുഖ്യമന്ത്രി എൻ ചന്ദ്രബാബു നായിഡു ആണ് പദ്ധതി ഉദ്ഘാടനം ചെയ്തത്. അപ്പൊ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡേഴ്സിനും അതുപോലെ തന്നെ വിദ്യാർത്ഥിനികൾക്കും വേണ്ടിയിട്ട് സൗജന്യ ബസ് യാത്ര എന്നതാണ് ഇതിൽ നിന്നും ലക്ഷ്യം വയ്ക്കുന്നത്. പദ്ധതിയുടെ പേര് സ്ത്രീശക്തി. സംസ്ഥാനം ആന്ധ്രാപ്രദേശ്. എൻ ചന്ദ്രബാബു നായിഡു ആണ് പദ്ധതി ഉദ്ഘാടനം ചെയ്തത്. ആന്ധ്രാപ്രദേശിൽ സ്ഥിര താമസം ആക്കിയിട്ടുള്ള വനിതകൾക്ക് മാത്രമാണ് സേവനം ലഭിക്കുന്നത്. അതുകൂടെ ഓർത്തു വയ്ക്കുക. അടുത്തത് 2025 ഓഗസ്റ്റിൽ അന്തരിച്ച ലാ ഗണേശൻ ഏത് സംസ്ഥാനത്തെ ഗവർണറാണ്? നാഗാലാൻഡ്. നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. അജയ് കുമാർ ഭല്ലയാണ് അധിക ചുമതലയ്ക്കായിട്ട് നാഗാലാൻഡ് ഗവർണർ സ്ഥാനം ഇപ്പോൾ ഏറ്റെടുത്തിരിക്കുന്നത്. അടുത്തത്, നാസയും ISROയും സംയുക്തമായി വിക്ഷേപിക്കാൻ ഒരുങ്ങുന്ന വാർത്താവിനിമയ ഉപഗ്രഹം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചായിരുന്നു. നിസാർ നാസയുടെയും ISROയുടെയും സംയുക്തമായിട്ട് വിക്ഷേപിക്കുന്ന ഒരു ഉപഗ്രഹം. അതിനുശേഷം അതിനെ തുടർന്ന് ഒരു വാർത്താവിനിമയ ഉപഗ്രഹം കൂടെ വിക്ഷേപിക്കുന്നുണ്ട്. ഇതിൻ്റെ പേരാണ് ബ്ലൂ ബേർഡ് 2. ഇതിൻ്റെ ഭാരം 6500 കിലോഗ്രാം ആണ്. ശ്രീഹരിക്കോട്ടയിൽ നിന്നാണ് വിക്ഷേപിക്കുന്നത്. ശ്രീഹരിക്കോട്ടയിൽ നിന്ന് വിക്ഷേപിക്കുന്നു. വിക്ഷേപണ വാഹനം GSLV മാർക്ക് 3. അപ്പം നാസയും ISROയും സംയുക്തമായി വിക്ഷേപിക്കുന്ന വാർത്താവിനിമയ ഉപഗ്രഹമാണ് ബ്ലൂ ബേർഡ് 2. ഇത് 6500 കിലോഗ്രാം ഭാരമുണ്ട്. ശ്രീഹരിക്കോട്ടയിൽ നിന്നാണ് വിക്ഷേപിക്കുന്നത്. വിക്ഷേപണ വാഹനം മാർക്ക് 3. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, ആന്ധ്രാപ്രദേശിന്റെ സ്ത്രീകൾക്കായുള്ള സൗജന്യ ബസ് സർവീസ് പദ്ധതി. ഓൾറെഡി പറഞ്ഞതാണ്. പദ്ധതിയുടെ പേര് സ്ത്രീ ശക്തി. അടുത്ത ക്വസ്റ്റ്യൻ, മലയാള താരസംഘടനയായ അമ്മയുടെ AMMA, അസോസിയേഷൻ ഓഫ് മലയാളം മൂവി ആർട്ടിസ്റ്റ്. ആദ്യ വനിതാ പ്രസിഡന്റ് ശ്വേതാ മേനോൻ. ജനറൽ സെക്രട്ടറി കുക്കു പരമേശ്വരൻ. അടുത്തത്, പ്രഥമ ഖേലോ ഇന്ത്യ വാട്ടർ ഫെസ്റ്റിവലിന്റെ ഭാഗ്യചിഹ്നം. പ്രഥമ ഖേലോ ഇന്ത്യ വാട്ടർ ഫെസ്റ്റിവൽ നടക്കുന്നത് ശ്രീനഗറിലെ ദാൽ തടാകത്തിലാണ്. ഭാഗ്യചിഹ്നം ഹിമാലയൻ കിങ്ഫിഷർ. നെക്സ്റ്റ്,
സർക്കാർ സ്കൂളുകളിലെ ആദ്യത്തെ റോബോട്ടിക് ലാബ് സ്ഥാപിച്ച സ്കൂൾ. സർക്കാർ സ്കൂളുകളിൽ റോബോട്ടിക് ലാബ് ആദ്യം സ്ഥാപിച്ച സ്കൂളാണ് പുറത്തൂർ ഗവൺമെന്റ് UPS. മലപ്പുറം ജില്ലയിലാണ് പുറത്തൂർ ഗവൺമെന്റ് UPS. ഏഷ്യൻ സർഫിംഗ് ചാമ്പ്യൻഷിപ്പിന്റെ വേദി. ഏഷ്യൻ സർഫിംഗ് ചാമ്പ്യൻഷിപ്പിന്റെ വേദി എവിടെയാ? മഹാബലിപുരം. തമിഴ്നാട്ടിലെ മഹാബലിപുരത്താണ് ഏഷ്യൻ സർഫിംഗ് ചാമ്പ്യൻഷിപ്പിന്റെ വേദി. അടുത്ത ക്വസ്റ്റ്യൻ, അഗ്നിശമന സേനയുടെ ആദ്യ വനിതാ ഡ്രൈവർ. ആദ്യ വനിതാ ഡ്രൈവർ ആണ്, ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം. ജ്യോതി. അഗ്നിശമന സേനയുടെ ആദ്യ വനിതാ ഡ്രൈവർ ആണ് ജ്യോതി. ഗ്രാൻഡ് മാസ്റ്ററെ പരാജയപ്പെടുത്തിയ ഏറ്റവും പ്രായം കുറഞ്ഞ താരം. ഒരു ഗ്രാൻഡ് മാസ്റ്ററിനെ പരാജയപ്പെടുത്തിയ ഏറ്റവും പ്രായം കുറഞ്ഞ താരമാണ് ബോധന ശിവാനന്ദൻ. ഗ്രാൻഡ് മാസ്റ്ററിനെ പരാജയപ്പെടുത്തിയ ഏറ്റവും പ്രായം കുറഞ്ഞ താരമാണ് ബോധന ശിവാനന്ദൻ. അടുത്ത ക്വസ്റ്റ്യൻ, തമിഴ്നാട് സർക്കാരിന്റെ APJ അബ്ദുൽ കലാം പുരസ്കാരത്തിന് അർഹനായത്. തമിഴ്നാട് സർക്കാരിന്റെ APJ അബ്ദുൽ കലാം പുരസ്കാരത്തിന് അർഹനായത് V. നാരായൺ. ISROയുടെ ചെയർമാനായ V. നാരായൺ ആണ് അർഹനായത്. 5 ലക്ഷം രൂപയാണ് പുരസ്കാര തുക. MK സ്റ്റാലിൻ, തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ ആണ് സമ്മാനിച്ചത്. ഇദ്ദേഹം ഓപ്പറേഷൻ സിന്ദൂറിന് വേണ്ടിയിട്ട് സിന്ദൂറിലെ വ്യോമസേന അംഗങ്ങൾക്ക് നൽകിയ പിന്തുണയും അതുപോലെ തന്നെ നിസാർ എന്നീ ദൗത്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്, എന്നീ ദൗത്യങ്ങളുടെ ഭാഗമായിട്ടാണ് ഇദ്ദേഹം പുരസ്കാരത്തിന് അർഹനായത്. തമിഴ്നാട് സർക്കാരിന്റെ APJ അബ്ദുൽ കലാം പുരസ്കാരത്തിന് അർഹനായത് V. നാരായൺ. ISRO ചെയർമാനാണ്. MK സ്റ്റാലിനാണ് പുരസ്കാരം സമ്മാനിച്ചത്. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ആദ്യ ഡിജിറ്റൽ സാക്ഷരതാ സംസ്ഥാനം. ഇന്ത്യയിലെ ആദ്യ ഡിജിറ്റൽ സാക്ഷരതാ സംസ്ഥാനമാണ് കേരളം. 2025 ഓഗസ്റ്റ് 21 പ്രഖ്യാപിക്കുന്നത്. 2025 ഓഗസ്റ്റ് 21 പ്രഖ്യാപിച്ചു. ഇന്ത്യയിലെ ആദ്യ ഡിജിറ്റൽ സാക്ഷരതാ സംസ്ഥാനമായി കേരളം മാറി. ഡിജി കേരള എന്ന പദ്ധതിയിലൂടെയാണ് ഈ നേട്ടം കൈവരിക്കുന്നത്. അതുകൂടെ ഒന്ന് ഓർത്ത് വയ്ക്കുക. ഡിജി കേരളം എന്ന് പറയുന്ന പദ്ധതിയിലൂടെയാണ് ഈ നേട്ടം സ്വന്തമാക്കിയത്. അപ്പൊ ഇന്ത്യയിലെ തന്നെ ആദ്യ ഡിജിറ്റൽ സാക്ഷരതാ സംസ്ഥാനമാണ് കേരളം. അടുത്ത ക്വസ്റ്റ്യൻ, മുന്നാക്ക വിഭാഗത്തിലെ സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന വനിതകൾക്ക് ഈ ഓട്ടോറിക്ഷ വാങ്ങാൻ സഹായം നൽകുന്ന പദ്ധതി. ഇപ്പൊ മുന്നോക്ക വിഭാഗങ്ങളിൽ സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന വനിതകൾക്ക് വേണ്ടിയിട്ട് ഈ ഓട്ടോറിക്ഷ വാങ്ങാൻ സഹായം നൽകുന്ന പദ്ധതിയാണ് സമുന്നതി ഈ യാത്ര. സമുന്നതി ഈ യാത്ര. അടുത്ത ക്വസ്റ്റ്യൻ, 2025 മൂന്നാമതായി അയ്യങ്കാളി പ്രതിഭാ പുരസ്കാരം നേടിയത്. അയ്യങ്കാളി പ്രതിഭാ പുരസ്കാരം നേടിയത് പ്രസീത ചാലക്കുടി. നമുക്ക് എല്ലാവർക്കും അറിയാം, നാടൻ പാട്ട് കലാകാരിയാണ് പ്രസീത ചാലക്കുടി. അവർക്കാണ് അയ്യങ്കാളി പ്രതിഭാ പുരസ്കാരം ഈ വർഷം ലഭിക്കുന്നത്. അയ്യങ്കാളി ജന്മദിനം ഓഗസ്റ്റ് 28. അതുകൂടെ ഒന്ന് ഓർത്തു വയ്ക്കുക. അടുത്തത്, ലോകബാങ്ക് അംഗീകരിച്ച കേരളത്തിലെ കാർഷിക നവീകരണത്തിനുള്ള പദ്ധതി. ലോകബാങ്ക് അംഗീകരിച്ച കേരളത്തിലെ കാർഷിക നവീകരണത്തിനുള്ള പദ്ധതിയാണ് കേര. ഇന്ത്യയിലെ ആദ്യ അനിമൽ സ്റ്റെം സെൽ ബയോ ബാങ്ക് നിലവിൽ വരുന്നത്. ഇന്ത്യയിലെ തന്നെ ആദ്യ അനിമൽ സ്റ്റെം സെൽ ബയോ ബാങ്ക് നിലവിൽ വരുന്നത് ഹൈദരാബാദ്. 71ാമത് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഭാഗ്യചിഹ്നം. 2025 71ാമത് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഭാഗ്യചിഹ്നമാണ് കാത്തു എന്ന കാക്കത്തമ്പുരാട്ടി. ഇപ്പൊ 2024 70ാം നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ചിഹ്നമാണ് വള്ളം തുഴയുന്ന നീലപ്പൊന്മാൻ. വിജയികളായത് കാരിച്ചാൽ ചുണ്ടൻ. അതുകൂടെ ഒന്ന് ഓർത്തു വയ്ക്കുക. 71ാമത് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഭാഗ്യചിഹ്നം കാത്തു എന്ന കാക്കത്തമ്പുരാട്ടി. അടുത്ത ക്വസ്റ്റ്യൻ, സംസ്ഥാനത്ത് ആദ്യമായി ഹരിത ബജറ്റ് അവതരിപ്പിക്കാൻ ഒരുങ്ങുന്ന കോർപ്പറേഷൻ. നമ്മൾ ഈ കാർബൺ ബഹിർഗമനം കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഹരിത ബജറ്റ് അവതരിപ്പിക്കുന്നത്. ഹരിത ബജറ്റ് അവതരിപ്പിക്കാൻ ഒരുങ്ങുന്ന കോർപ്പറേഷനാണ് തിരുവനന്തപുരം. സബ് രജിസ്ട്രാർ ഓഫീസുകളിലെ അഴിമതി കണ്ടെത്താൻ വിജിലൻസിന്റെ സംസ്ഥാനതല മിന്നൽ പരിശോധന. PSC ക്വസ്റ്റ്യൻസിലൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. വിജിലൻസിൻ്റെയൊക്കെ സംസ്ഥാനതല മിന്നൽ പരിശോധന ചോദിക്കാറുണ്ട്. സബ് രജിസ്ട്രാർ ഓഫീസുകളിലെ അഴിമതി തടയാൻ വേണ്ടിയിട്ട് വിജിലൻസ് നടത്തിയ സംസ്ഥാനതല മിന്നൽ പരിശോധനയുടെ പേരാണ് ഓപ്പറേഷൻ സെക്വർലാൻഡ്. അപ്പോൾ ഓപ്പറേഷൻ സെക്വർലാൻഡ് ആര് നടത്തിയ പരിശോധനയാണ്? വിജിലൻസ് നടത്തിയ
പരിശോധനയാണ്. എവിടെയാ? സബ് രജിസ്ട്രാർ ഓഫീസുകളിലെ അഴിമതി കണ്ടെത്താൻ വേണ്ടിയിട്ട് വിജിലൻസ് നടത്തിയ പരിശോധനയാണ് ഓപ്പറേഷൻ സെക്വർലാൻഡ്. അടുത്തത് ഫിഫ വനിതാ ഫുട്ബോൾ റാങ്കിങ്ങിൽ ഇന്ത്യയുടെ സ്ഥാനം. ഫിഫ വനിതാ ഫുട്ബോൾ റാങ്കിങ്ങിൽ ഇന്ത്യയുടെ സ്ഥാനം 63. 2025 ഒഡീഷ കൈത്തറിയുടെ ബ്രാൻഡ് അംബാസിഡറായി നിയമിതയായത്. 2025 ഒഡീഷ കൈത്തറിയുടെ ബ്രാൻഡ് അംബാസിഡറായി നിയമിതയായത് മാധുരി ദീക്ഷിത്. കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതായിരുന്നു കൈത്തറി ദിനം ഓഗസ്റ്റ് 7. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത പോയിന്റാണിത്. 2025 ഒഡീഷ കൈത്തറിയുടെ ബ്രാൻഡ് അംബാസിഡറായി നിയമിതയായത് മാധുരി ദീക്ഷിത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 2025 കേരളത്തിൽ സംഘടിപ്പിച്ച ഗവേഷണ വികസന ഉച്ചകോടിയുടെ വേദി. 2025 കേരളത്തിൽ സംഘടിപ്പിച്ച ഗവേഷണ ഉച്ചകോടിയുടെ വേദി തിരുവനന്തപുരം. അടുത്തത് പട്ടികവർഗ വിഭാഗങ്ങളിൽ വായനാശീലം വളർത്തുക എന്ന ലക്ഷ്യത്തോടെ തുടക്കമിട്ട പദ്ധതിയാണ് അക്ഷരോന്നതി. അപ്പൊ അക്ഷരോന്നതി പദ്ധതി എന്തിനു വേണ്ടിയിട്ടാ? പട്ടികവർഗ വിഭാഗങ്ങളില് വായനശീലം വളർത്തുക. പട്ടികവർഗ വിഭാഗങ്ങളില് വായനശീലം വളർത്താൻ വേണ്ടിയിട്ട് തുടക്കമിട്ട പദ്ധതിയാണ് അക്ഷരോന്നതി പദ്ധതി. അടുത്തത് കേന്ദ്ര കായിക ബില്ലിലെ പുതിയ ഭേദഗതി പ്രകാരം വിവരാവകാശ നിയമപരിധിയിൽ നിന്നും ഒഴിവാക്കിയ കേന്ദ്ര കായിക സംഘടന BCCI. BCCI വിവരാവകാശ നിയമ പരിധിയിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. BCCIയുടെ നിലവിലെ പ്രസിഡന്റാണ് റോജർ ബിന്നി. അതുകൂടെ ഓർത്തിരിക്കുക, റോജർ ബിന്നി. അദ്ദേഹം വീണ്ടും പ്രസിഡന്റായിട്ട് തന്നെ തുടരുകയാണ്. കാരണം കേന്ദ്ര കായിക ബില്ലിലെ പുതിയ ഭേദഗതി പ്രകാരം പ്രധാന ഭാരവാഹികളുടെയൊക്കെ വിരമിക്കൽ പ്രായം 75 വയസ്സായിട്ട് ഉയർത്തിയിട്ടുണ്ട്. അതേ തുടർന്ന് റോജർ ബിന്നി തന്നെയാണ് പ്രസിഡന്റായി വീണ്ടും തുടരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, പ്രഥമ MS സ്വാമിനാഥൻ അവാർഡ് ഫോർ ഫുഡ് ആൻഡ് പീസ്. പ്രഥമ MS സ്വാമിനാഥൻ അവാർഡ് ഫോർ ഫുഡ് ആൻഡ് പീസ് അർഹനായത് അടിമോള A. അഡിനിൽ. സിനിമകളിലൂടെ കേരളത്തിന്റെ ഭൂപ്രകൃതിയെ മനസ്സിലാക്കുക എന്ന ലക്ഷ്യമാക്കി സർക്കാർ തലത്തിൽ ആരംഭിക്കുന്ന പദ്ധതി. സിനിമകളിലൂടെ കേരളത്തിന്റെ ഭൂപ്രകൃതിയെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ലക്ഷ്യമാക്കി സർക്കാർ തലത്തിൽ ആരംഭിക്കുന്ന പദ്ധതിയാണ് ടൂറിസം ഫിലിം സർക്കിട്ട്. ടൂറിസം ഫിലിം സർക്കിട്ട് എന്തിനു വേണ്ടിയിട്ടാ? സിനിമകളിലൂടെ കേരളത്തിന്റെ ഭൂപ്രകൃതിയെ കുറിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിയാണ് ടൂറിസം ഫിലിം സർക്കിട്ട്. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യൻ തുറമുഖ ബിൽ 2025 രാജ്യസഭ പാസാക്കിയത്. ഇന്ത്യൻ തുറമുഖ ബിൽ 2025 രാജ്യസഭ പാസാക്കിയത് 2025 ഓഗസ്റ്റ് 18-നാണ്. 2025 ഓഗസ്റ്റ് 18. വായനാ പ്രതിസന്ധി മറികടക്കാൻ പുസ്തക നികുതി ഒഴിവാക്കിയ രാജ്യം. അപ്പം വായനാ പ്രതിസന്ധി മറികടക്കാൻ വേണ്ടിയിട്ട് പുസ്തക നികുതി ഒഴിവാക്കിയ രാജ്യമാണ് ഡെൻമാർക്ക്. 2025 അബുദാബി ശക്തി പുരസ്കാരത്തിൽ നോവൽ വിഭാഗത്തിലെ പുരസ്കാര ജേതാക്കൾ. 2025 അബുദാബി ശക്തി പുരസ്കാരത്തിൽ നോവൽ വിഭാഗത്തിലെ പുരസ്കാര ജേതാക്കൾ ആരൊക്കെയാ? S. മഹാദേവൻ തമ്പിയും അംബികാസുധൻ മങ്ങാടും. 2025 അബുദാബി ശക്തി പുരസ്കാരത്തിൽ നോവൽ വിഭാഗത്തിലെ പുരസ്കാര ജേതാക്കളാണ് അംബികാസുധൻ മങ്ങാടും S. മഹാദേവൻ തമ്പി. 2025 പുരുഷ ഏഷ്യ കപ്പ് ഹോക്കി ഇന്ത്യൻ ടീമിനെ നയിക്കുന്നത്. 2025 പുരുഷ ഏഷ്യ കപ്പ് ഹോക്കി ഇന്ത്യൻ ടീമിനെ നയിക്കുന്നത് ആരാ? ഹർമൻപ്രീത് സിംഗ്. അടുത്തിടെ ശ്രമശ്രീ പദ്ധതി ആരംഭിച്ച സംസ്ഥാനമാണ് പശ്ചിമ ബംഗാൾ. അടുത്തിടെ ശ്രമശ്രീ പദ്ധതി ആരംഭിച്ച സംസ്ഥാനം ഏതാ? പശ്ചിമ ബംഗാൾ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അടുത്തിടെ തദ്ദേശീയർക്ക് ആയുധ ലൈസൻസ് അപേക്ഷ നൽകുന്നതിനുള്ള പോർട്ടൽ ഉദ്ഘാടനം ചെയ്ത സംസ്ഥാനം. അടുത്തിടെ തദ്ദേശീയർക്ക് ആയുധ ലൈസൻസിന് വേണ്ടിയിട്ട് അപേക്ഷ നൽകുന്നതിനുള്ള പോർട്ടൽ ഉദ്ഘാടനം ചെയ്ത സ്റ്റേറ്റ് ഏതാണ്? അസം. ഗ്രാമസഭകളുടെയും പഞ്ചായത്ത് യോഗങ്ങളുടെയും മിനിറ്റ്സ് തയ്യാറാക്കാൻ കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ നിർമ്മിത ബുദ്ധി സംവിധാനം. ഇപ്പൊ ഗ്രാമസഭകളുടെയും പഞ്ചായത്ത് യോഗങ്ങളുടെയൊക്കെ മിനിറ്റ്സ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് വന്ന ഒരു AI സിസ്റ്റമാണ് ഏത്?
സബാസാർ. തെരുവ് കന്നുകാലികളുടെ സംരക്ഷണത്തിനായി ഗൗതം യോജന ആരംഭിക്കുന്ന സംസ്ഥാനമാണ് ഛത്തീസ്ഗഡ്. തെരുവ് കന്നുകാലികളുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് ഗൗതം യോജന ആരംഭിക്കുന്ന സംസ്ഥാനമാണ് ഛത്തീസ്ഗഡ്. വാർഷിക ബിസിനസ് 1,00,000 കോടി രൂപ കവിഞ്ഞ ഇന്ത്യയിലെ ആദ്യ മിസലേനിയസ് ബാങ്കിംഗ് ഇതര ധനകാര്യ കമ്പനി. അപ്പോൾ വാർഷിക ബിസിനസ് 1,00,000 കോടി രൂപ കവിഞ്ഞ ഇന്ത്യയിലെ തന്നെ ആദ്യ ബാങ്കിംഗ് ഇതര ധനകാര്യ കമ്പനിയാണ് KSFE, കേരള സ്റ്റേറ്റ് ഫിനാൻഷ്യൽ എന്റർപ്രൈസ്. 1969 നിലവിൽ വന്നു. തൃശ്ശൂരാണ് ആസ്ഥാനം. ഇതുകൂടെ ഒന്ന് ഓർത്തു വയ്ക്കുക. KSFEയുടെ ആസ്ഥാനം തൃശ്ശൂർ. 1969 നിലവിൽ വന്നു. വാർഷിക ബിസിനസ് 1,00,000 കോടി രൂപ കവിഞ്ഞ ഇന്ത്യയിലെ തന്നെ ആദ്യ മിസലേനിയസ് ബാങ്കിംഗ് ഇതര ധനകാര്യ കമ്പനിയാണ് KSFE. അടുത്ത ക്വസ്റ്റ്യൻ, 2025 കേരള ബാലസാഹിത്യ അക്കാദമിയുടെ ഉല്ലല ബാബു പുരസ്കാരത്തിന് അർഹനായത്. 2025 കേരള ബാലസാഹിത്യ അക്കാദമിയുടെ ഉല്ലല ബാബു പുരസ്കാരത്തിന് അർഹനായത് ആലങ്കോട് ലീലാകൃഷ്ണൻ. ആലങ്കോട് ലീലാകൃഷ്ണന്റെ പൂവും കായും എന്ന കൃതിക്കാണ് പുരസ്കാരം ലഭിച്ചത്. പൂവും കായും, അതുകൂടെ ഒന്ന് ഓർത്തു വയ്ക്കുക. 2025 ലോക സിംഹദിനത്തിന്റെ ദേശീയ ആഘോഷത്തിന് വേദിയായത്. അപ്പൊ ലോക സിംഹദിനം എന്നാണ്? ഓഗസ്റ്റ് 10 ലോക സിംഹദിനം. അതിന്റെ ദേശീയ ആഘോഷത്തിന് വേദിയായത് ബർദ വന്യജീവി സങ്കേതമാണ്. ബർദ വന്യജീവി സങ്കേതം ഗുജറാത്തിൽ സ്ഥിതി ചെയ്യുന്നു. 2025 ലോക സിംഹദിനം, ഓഗസ്റ്റ് 10 ലോക സിംഹദിനം. അതിന്റെ ദേശീയ ആഘോഷത്തിന് വേദിയായത് ബർദ വന്യജീവി സങ്കേതത്തിൽ വെച്ചിട്ടായിരുന്നു. ബർദ വന്യജീവി സങ്കേതം ഗുജറാത്തിൽ സ്ഥിതി ചെയ്യുന്നു. P4 പോവേർട്ടി എന്ന പദ്ധതി ആരംഭിക്കുന്ന സംസ്ഥാനം. P4 പോവേർട്ടി എന്ന പദ്ധതി ആരംഭിക്കുന്ന സ്റ്റേറ്റ് ആണ് ആന്ധ്രാപ്രദേശ്. ഫിജി പ്രധാനമന്ത്രിയാണ് സിദിവേനി റബൂക്ക. ഇദ്ദേഹം ഈയിടയ്ക്ക് ഇന്ത്യ സന്ദർശിക്കുകയുണ്ടായി. അതുകൊണ്ടൊന്ന് ഓർത്ത് വയ്ക്കുക. ഫിജി പ്രധാനമന്ത്രി സിദിവേനി റബൂക്ക. നിർബന്ധിത മതപരിവർത്തനം നടത്തിയാൽ ജീവപര്യന്തം തടവ് നിയമവിധേയമാക്കിയ സംസ്ഥാനം. നിർബന്ധിതമായിട്ട് ആരെങ്കിലും മതപരിവർത്തനം നടത്തുവാണെങ്കിൽ ജീവപര്യന്തം തടവ് നിയമവിധേയമാക്കിയ സംസ്ഥാനമാണ് ഉത്തരാഖണ്ഡ്. നിർബന്ധിത മതപരിവർത്തനം നടത്തിയാൽ ജീവപര്യന്തം തടവ് നിയമവിധേയമാക്കിയ സംസ്ഥാനമാണ് ഉത്തരാഖണ്ഡ്. വിശ്വസുന്ദരി പട്ടം മത്സരത്തിൽ പലസ്തീനെ ആദ്യമായി പ്രതിനിധാനം ചെയ്യുന്നത്. വിശ്വസുന്ദരി പട്ടത്തില് പലസ്തീനെ ആദ്യമായിട്ട് പ്രതിനിധാനം ചെയ്യുന്നത് നദീൻ അയൂബ്. അടുത്ത ക്വസ്റ്റ്യൻ, യുക്രൈൻ യുദ്ധം പരിഹരിക്കുക ലക്ഷ്യമിട്ട് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും കൂടിക്കാഴ്ച നടത്തിയത് എവിടെ വെച്ചിട്ടാണ്? ഉക്രൈൻ യുദ്ധം പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും കൂടിക്കാഴ്ച നടത്തിയത് US-ലെ അലാസ്കയിൽ വെച്ചിട്ടാണ് കൂടിക്കാഴ്ച നടത്തിയത്. ലോകത്തെ ആദ്യ ഹ്യൂമനോയിഡ് റോബോട്ട് ഗെയിംസിന് വേദിയായത്. ലോകത്തിലെ തന്നെ ആദ്യ ഹ്യൂമനോയിഡ് റോബോട്ട് ഗെയിംസിന് വേദിയായത് ചൈനയിലെ ബെയ്ജിങ്ങിലായിരുന്നു. ഈയിടെ അന്തരിച്ച അടുത്തൊരു വിയോഗമാണ്. ഈയിടെ അന്തരിച്ച സൂപ്പർമാൻ വില്ലൻ കഥാപാത്രമായ ജനറൽ സോഡിനെ അനശ്വരനാക്കിയ വ്യക്തി. സൂപ്പർമാനിലെ വില്ലൻ കഥാപാത്രമായ ജനറൽ സോഡിനെ അനശ്വരനാക്കിയ വ്യക്തിയാണ് ടെറൻസ് സ്റ്റാമ്പ്. അടുത്തത്, C. അച്യുതമേനോൻ സ്മാരക പുരസ്കാരം ലഭിച്ചത്. മികച്ച തദ്ദേശ സ്ഥാപനത്തിന് ലഭിക്കുന്ന അവാർഡാണ് C. അച്യുതമേനോൻ സ്മാരക പുരസ്കാരം. ഇത് ലഭിച്ചത് വയനാട് മീനങ്ങാടി ഗ്രാമപഞ്ചായത്തിനാണ്. 10 ലക്ഷം രൂപയാണ് സമ്മാനത്തുക. C. അച്യുതമേനോൻ സ്മാരക പുരസ്കാരം എന്തിനു വേണ്ടിയിട്ടാ? മികച്ച തദ്ദേശ സ്ഥാപനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള അവാർഡാണ് C. അച്യുതമേനോൻ സ്മാരക പുരസ്കാരം. ലഭിച്ചത് വയനാട് മീനങ്ങാടി ഗ്രാമപഞ്ചായത്തിനാണ്. 10 ലക്ഷം രൂപയാണ് പുരസ്കാരത്തുക. മികച്ച കൃഷിഭവനുള്ള പുരസ്കാരമാണ് VV രാഘവൻ സ്മാരക അവാർഡ്.
മികച്ച കൃഷിഭവന് വേണ്ടിയിട്ടുള്ള പുരസ്കാരമാണ് നൽകുന്ന പുരസ്കാരമാണ് VV രാഘവൻ സ്മാരക അവാർഡ്. അത് ലഭിച്ചത് താനാളൂർ, മലപ്പുറം ജില്ലയിലെ താനാളൂർ കൃഷിഭവനിലാണ് VV രാഘവൻ സ്മാരക അവാർഡ് ലഭിച്ചത്. പുരസ്കാര തുക 5 ലക്ഷം രൂപയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വീട്ടിലും പൊതുസമൂഹത്തിലും കുട്ടികൾ നേരിടുന്ന അതിക്രമങ്ങളും പീഡനങ്ങളും കണ്ടെത്തി സംരക്ഷണം നൽകാൻ ലക്ഷ്യമിട്ടിട്ടുള്ള കേരള വിദ്യാഭ്യാസ വകുപ്പിന്റെ പദ്ധതി. കേരള വിദ്യാഭ്യാസ വകുപ്പിന്റെ പദ്ധതിയാണ് വീട്ടിലും പൊതുസമൂഹത്തിലും കുട്ടികൾ നേരിടുന്ന പ്രശ്നങ്ങളൊക്കെ കണ്ടെത്തി അവർക്ക് വേണ്ടിയിട്ടുള്ള സംരക്ഷണം നൽകാൻ വേണ്ടിയിട്ടുള്ള കേരള സർക്കാർ പദ്ധതിയാണ് സുരക്ഷാമിത്രം. സുരക്ഷാമിത്രം. അടുത്ത ക്വസ്റ്റ്യൻ, റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിന്റെ പേരിൽ ഇന്ത്യക്കുള്ള ഇറക്കുമതി തിരിവ് 25% വർദ്ധിപ്പിച്ച രാജ്യം. റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്നതിന്റെ പേരിൽ ഇന്ത്യക്കുള്ള ഇറക്കുമതി തിരിവ് 25% വർദ്ധിപ്പിച്ച രാജ്യമാണ് US, അമേരിക്ക. ഏത് സംസ്ഥാനത്താണ് ഈയിടെ രാഷ്ട്രപതി ഭരണം 6 മാസത്തേക്ക് കൂടി നീട്ടിയത്? ഏത് സംസ്ഥാനത്താണ് രാഷ്ട്രപതി ഭരണം 6 മാസത്തേക്ക് കൂടി നീട്ടിയത്? മണിപ്പൂർ. മണിപ്പൂരിന്റെ ഗവർണർ നമ്മൾ നേരത്തെ പഠിച്ചതായിരുന്നു, അജയ് കുമാർ ഭല്ല. അടുത്തത്, പൊതുജന സമ്പർക്കത്തിന് ബ്ലോഗർമാരെ നിയമിക്കാൻ ഒരുങ്ങുന്ന സംസ്ഥാനം. പൊതുജനവുമായിട്ട് ഇന്ററാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പൊതുജന സമ്പർക്കത്തിന് വേണ്ടിയിട്ട് ബ്ലോഗർമാരെ നിയമിക്കാൻ ഒരുങ്ങുന്ന സ്റ്റേറ്റ് ആണ് കേരളം. ഇരവികുളം വന്യജീവി സങ്കേതത്തിന്റെ 50ാം വാർഷികത്തോടനുബന്ധിച്ച് കേരളത്തിലും തമിഴ്നാട്ടിലും സംയുക്തമായി നടത്തിയ സെൻസസ് പ്രകാരം ആകെ വരയാടുകളുടെ എണ്ണം. ഇരവികുളം വന്യജീവി സങ്കേതത്തിന്റെ 50ാം വാർഷികത്തോടനുബന്ധിച്ച് സെൻസസ് നടത്തി. അതേ തുടർന്ന് ആകെ വരയാടുകളുടെ എണ്ണം 2668 എന്ന് കണ്ടെത്തി. അപ്പോൾ ഓഗസ്റ്റ് മാസത്തിലെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ആണ് നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. ഓഗസ്റ്റ് ഫസ്റ്റ് വീക്കിലെ കറണ്ട് അഫയേഴ്സ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. അത് കണ്ടതിന് ശേഷം മാത്രം ഇത് കാണുക. താങ്ക് യു.